വെറുതെ നിന്ന് കളിച്ച് മടുത്ത്. ആ കുട്ടികളെല്ലാരും അവിടെ കളിക്കണ്ടല്ലോ. ബാസ്കറ്റ് ബോൾ ഉണ്ട്. ഒരു കാര്യണ്ട്. എന്തിനാ ചിരിക്കണേ? ഇങ്ങോട്ട് നോക്കി. വലിയ കാറുണ്ട്. ചെറുതാ. അതാ പപ്പു. ഇതാണ് പറയാൻ പറ്റിയ സമയം. ഓരോട് പോയി ഒരു കാര്യം പറയാണ്ട്. മക്കളെ നിങ്ങളെല്ലാരും ഉണ്ടല്ലോ. നിങ്ങൾ കളിക്കുകയാണില്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ലേസ് വേണോ? ആ ലേസ്. നമുക്ക് ലേസ് വാങ്ങി തരോ കാക്കേ? ഓ ലേസ് വാങ്ങി തരൂ ഉറപ്പായിട്ടും. ഞങ്ങൾക്ക് ലേസ് വാങ്ങിയ കാക്കേ. ആ നിക്കി ലേസ് വാങ്ങി തരണമെങ്കിലേ ഒരു കാര്യണ്ട്. കാര്യോ? എന്ത് കാര്യോ? എന്താ കാര്യം വെച്ചാലേ നിങ്ങൾ പോയില്ലേ ഉമ്മച്ചിന്റെ പേഴ്സിന് ആരും കാണാതെ പൈസ എടുത്തോണ്ട് വരണം. ഇന്നാ കാക്ക വാങ്ങി തരൂ. അത് പറ്റൂല കാക്കേ. ആ എന്നാ വേണ്ട. ലേസ് വേണ്ടെങ്കി വേണ്ട, ഞാൻ പോവാ. ലേസ് വേണോ? ആ എന്നാലേ നിങ്ങൾ വേഗം പോയി പൈസ എടുത്ത് വരി. എന്നാ തരാം. ഓക്കെ എന്നാ വേഗം പൈസ കൊണ്ടുവരാ. ഞങ്ങൾക്ക് പൈസ കിട്ടി. ആ പൈസ കിട്ടിയല്ലോ. എന്നാ വേഗം പൈസ ഇങ്ങോട്ട് തന്നൂടി. ആ പൈസ കിട്ടി. നാളെ കാക്ക വേഗം മുട്ടായി വാങ്ങിയേരി. ഇന്നാലേ കാക്ക വേഗം പോയി ലേസ് വാങ്ങി വരെ. അങ്ങനെ ഞാൻ ലേസ് വാങ്ങി. ഇതേ കുട്ടിയേക്ക് കൊടുക്കണ്ട, ഒറ്റക്ക് തിന്ന. ഓൾക്ക് കൊടുത്താലേ എനിക്കൊന്നും കിട്ടൂല. ഇത് ആരുടെയെങ്കിലും പോയി ഒറ്റക്ക് തിന്നട്ടെ. കാക്കല്ല വരുന്നേ. കാക്കന്റെ കയ്യിൽ എന്തോ ഉണ്ടല്ലോ. അങ്ങനെ 2 ലേസ് ആർക്കും കൊടുക്കാതെ എനിക്ക് ഒറ്റക്ക് കിട്ടി. ഇത് ഞാൻ ഒറ്റക്ക് തിന്നു. കാക്കത ലേസ് തിന്നു ഒറ്റക്ക്. എനിക്ക് കുറച്ച് വേണം. നല്ല ടേസ്റ്റ് ഉണ്ട്. കാക്കേ ബേക്കിൽ ഒളിപ്പിച്ച് വെച്ചേ ഞാൻ കണ്ടേണ് കേട്ടോ. എന്തൊളിപ്പിച്ച് വെച്ചെന്ന്? ഇങ്ങളെ ലേസ് തിന്നല്ലേ, അത് ഞാൻ കണ്ടേണ് കേട്ടോ. ഓ ഈ ലേസിന്റെ അതിനിപ്പോ എന്താ എനിക്ക് വേണ്ടിയേ? അതിനൊന്നുമില്ല, എനിക്ക് ഒരു ലേസ് തരുമോ? ഈ ലേസില്ലേ ഒരാള് ചോദിച്ചു വന്നിട്ടും കാര്യമില്ല, ഞാൻ ആർക്കും കൊടുക്കൂല. എനിക്ക് സ്വന്തം തിന്നാനുള്ള. അത്ര കായില്ലേ. എന്നാലേ ഒരു കാര്യം കേട്ടോളി. നിങ്ങളെ എമ്മച്ചിന്റെ പേഴ്സിന് പൈസ എടുത്ത് ലേസ് വാങ്ങിയാന്നേ ഞാൻ അമ്മച്ചിനോട് പോയി പറയൂ. അപ്പേ നിങ്ങൾക്ക് എമ്മച്ചില്ലേ നല്ല തല്ലും തരും. അമ്മച്ചിനോട് പറഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് തല്ല് കിട്ടും. അതിനോണ്ടേ കുറച്ച് അങ്കു തരാം എന്തായാലും. അങ്ങനെയാണെ കുഴപ്പമില്ല. എന്നാ എനിക്കൊരു ലേസ്. അങ്ങനെ ലേസ് കിട്ടി. ഇതിന് വേഗം തിന്നട്ടെ. ആരാ കളിക്കാനല്ലേ? ആരാണ് കാക്കന്റെ കൂടെ കളിക്കാനുള്ളതെന്ന് പറഞ്ഞോളി. നിങ്ങൾ 2 ആളുണ്ടല്ലേ? എന്ത് കളിയപ്പോ നമ്മൾ കളിക്കാം? ഒളിച്ചു കളി കളിച്ചാലോ? ചോക്കോബാർ വാങ്ങിയാലോ? ചോക്കോബാറോ? നമുക്ക് ചോക്കോബാർ വാങ്ങാം. അല്ല മക്കളെ, ചോക്കോബാർ അല്ല. അതെ ഉമ്മച്ചില്ലേ കടയിൽ പോയി സാധനം വാങ്ങി തരാൻ പറഞ്ഞിനി. അല്ലേ ലീനിയോ? അതന്നെ ഉമ്മച്ചി കടയിൽ പോയി സാധനം വാങ്ങാൻ വേണ്ടി താത്തനെ പറഞ്ഞേച്ചാ. ന്റെ ലിനു ഒരു വിധത്തിലാണ് നമ്മൾ അനിയനെ അനിയത്തിന് പറഞ്ഞേച്ച്. അല്ലെങ്കിലേ ഓൽക്കും ചോക്കോബാർ കൊടുക്കണ്ടീനി. അല്ല ഏടാ പൈസ എടുത്തൂടെ? ഇതെന്താ 10 ഉറുപ്പിയല്ലോ? 10 ഉറുപ്പിയനോട് ഒരു ചോക്കോബാറല്ലേ കിട്ടൂ? നമ്മള് 2 ആൾക്കാരില്ലേ? അപ്പൊ നമ്മളെന്താ ചെയ്യാ? നമുക്ക് ഹാഫായി കഴിക്കാം. ആയി പറഞ്ഞ നല്ലൊരു ഐഡിയ. എന്നാലേ ഞാൻ വേഗം പോയില്ലേ ചോക്കോബാർ വാങ്ങി വരട്ടോ. വേഗം വാങ്ങി വരികാക്കേ. അങ്ങനെ ഞാൻ ചോക്കോബാർ വാങ്ങി. കൊറേ കാലായി ചോക്കോബാറൊക്കെ ഒറ്റക്ക് തിന്നിട്ട്. അല്ല ഇത് അനിയത്തിക്ക് കൊണ്ടുകൊടുക്കണോ? കൊണ്ടുകൊടുത്താ ഓൾക്കും കൊടുക്കേണ്ടി വരും. ചിലപ്പോ ഓൾക്ക് ഫുള്ളും വേണ്ടി വരും. ഇത് ഞാൻ ഓള് കാണാതെ മെല്ലെ തിന്നാ നോക്കട്ടെ. എവിടുന്ന തിന്ന? മറവിന്ന് തിന്ന. എന്താ എന്റെ കാക്കതാ ചോക്കോബാറെ ഒറ്റക്ക് തിന്നു. എന്റെ ചോക്കോബാറോ? അപ്പുറത്ത് പോയേക്കും. ആണോ? ഞാൻ കാണിച്ചു കൊടുക്കാം. ചോക്കോബാറെ ഇവിടെ കുത്തിരുന്ന് തിന്ന. കാക്ക തന്നെ ചോക്കോബാർ തിന്നാൻ നോക്കണേ. ഓ ഇതിന്റെ ഉള്ളിൽ കണ്ടിട്ട് എന്തെങ്കിലും പണിയൊക്കെ ചെയ്യാൻ പറ്റൂ. കാക്ക എങ്ങനെന്താ ഉപ്പ വിളിക്കണ? ഇതെവിടെങ്കിലും ഒന്ന് ഒളിപ്പിച്ചേക്കണപ്പോത്തിനും. ഞാൻ എപ്പ വരെ? ഈ ചോക്കോബാറെ അനിയത്തി കാണാതെ ഇവിടെ ഒളിപ്പിച്ചേക്കാം. എന്നിട്ട് വന്നിട്ട് തിന്ന. ഇതാണ് പറ്റിയ സമയം. വേഗം പോയി തിന്നട്ടെ. ഹായ് ചോക്കോബാർ കിട്ടി. ഹായ് ചോക്കോബാർ. അടിപൊളി ടേസ്റ്റ്. അങ്ങനെയാണ് ചോക്കോബാർ തിന്ന് കഴിഞ്ഞ്. ഇത് നീ പെട്ടി വെക്കാം. ഇതൊന്ന് കാക്കുമ്പോ നല്ല രസിക്കും. ചോക്കോബാർ ഞാൻ പോയി തിന്നട്ടെ. ഹായ് ഇനി വേഗം ഞാന് ചോക്കോബാർ തിന്നട്ടെ. മാങ്ങ മരത്തിന് സ്ഥലത്താണല്ലോ. അങ്ങനെ ഓന് സ്വന്തക്ക് മാങ്ങ പറിക്കണ്ട, ഞാനും പറിക്കൂട്ടോ. പോയി പൂ പറിച്ചാലോ? ഇവിടെ എവിടെയോ ഇനിയല്ല മാങ്ങമരോ. എവിടെ പോയാ മാവ്? പേടിയാവുണ്ട്.
എവിടെ? ആ കിട്ടിപ്പോയി. അതാ മാവ്. നിറച്ച് പൂത്ത മാങ്ങണ്ടല്ലോ. അത് അങ്ങോട്ടൊക്കെ. ഹായ്, നല്ല പൂവ്. അത് നമുക്ക് പൂവ് പറിക്കാം. ഹായ്, നല്ല പൂവ്. ഇന്നേതായാലും അടിപൊളി ദിവസ. ഓന് കൊടുക്കാതെ ആ മാങ്ങ മൊത്തം ഞാൻ ഒറ്റക്ക് പറിക്കും. ആ ആയിഷു, വേഗം കവറും എടുത്തൂടി. എന്നിട്ട് അത് മൊത്തം നമുക്ക് പറിക്കാം. ആയിഷോടെ പോയി? ആയിഷുന്റെ കൂടെ ഉണ്ടായിനല്ലോ. ഓളിപ്പം അങ്ങോട്ടാ പോയി? ഈ കാട്ടിൽ ഓൾ ഒറ്റക്ക് പോയിണ്ടാവോ? നമുക്ക് വീട്ടിൽ പോയി അല്ലെങ്കിൽ ഉമ്മിച്ച് ചീത്ത പറയൂ. നമുക്ക് പോവാം. എവിടുന്നോ ഒരു കരച്ചില് കേക്കണ്ടല്ലോ. ആ ഭാഗത്ത് നിന്നാ കേക്കണേ. അങ്ങോട്ട് പോയോക്കട്ടെ. ആയിഷോ അതുവാണല്ലേ? ആയിഷോ, ഭാഗ്യോ. അല്ല മക്കളെ, നിങ്ങളെങ്ങനെ ഇവിടെ എത്തിയേ? ഡൈനോസറോ? ഡൈനോസർ? എന്തൊരു വലിയ ഡൈനോസറാ. ഞാനിപ്പോ എന്താ ചെയ്യാ? കൂട്ടുകാരെ, എന്തു പറ്റി? ഓഹോ, അപ്പൊ ഡൈനോസർ വീണ്ടും ഇറങ്ങിയല്ലേ? സ്പൈഡർമാനെ, ഞങ്ങളെ രക്ഷിക്കണം. ആ കുട്ടികളെ, നിങ്ങൾ പേടിക്കണ്ട. ഡൈനോസറിന്റെ കാര്യം ഈ സ്പൈഡർമാന് വിട്ടേക്ക്. എടാ ഡൈനോസർ, വേഗം ഇവിടെ നിന്നിപ്പോ, അല്ലെങ്കിൽ നിന്റെ ജീവൻ ആപത്താണ്. അത്രക്കായോ? സ്പൈഡർമാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. മറ്റുള്ള സഹോദരങ്ങൾ സാധനങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഇന്നൊരു ടിലോ വാങ്ങി. ഇത് അനിയനോട് കൊടുക്കാം. എടാ എന്താ കാക്കേ, നിങ്ങൾ എന്നെ വിളിച്ചോ? ഇതാ ഇങ്ങോട്ട് നോക്ക്, ഞാൻ ടിലോ വാങ്ങിന്. ഹായ്, ഓറഞ്ച് ടിലോ എനിക്കും വേണോ? ഇതില്ലേ, ഞമ്മക്ക് രണ്ടാ കൂടി ഷെയർ ചെയ്ത് കുടിക്കാം. ഈ ഒരു ഗ്ലാസ് എടുത്തോണ്ട് വരും. ഞാനാലേ വേഗം ഗ്ലാസ് എടുത്ത് വരാം. ഇതാ ഗ്ലാസ്. എന്നാലേ വേഗം ഈ ടിലോ പൊട്ടിക്കട്ടെ. എവിടെ പോയി ഗ്ലാസ്? കറക്റ്റ് ആയോ? ഇല്ലല്ല, ഈ കുപ്പിയിലെ കുറച്ച് കൂടുതൽ. രണ്ടും കറക്റ്റ് ആണോ? എന്നാലേ രണ്ടാക്കും സെയിം ആവും. ഈ കാക്കന്റെ ഒരു സ്നേഹം. എന്നടാ കുടിച്ചോ. ഹായ്, താങ്ക് യു കാക്കി. ഞാനും എന്റെ സഹോദരനും. എന്റെ ടീലോ എങ്ങനെ കുറഞ്ഞ്? നിന്റെ ടീലോ ആരോ എടുത്ത് കുടിച്ചാണ്. എടാ, ഈ കാക്ക എന്താ പറ്റിയേ? ഈ അല്ലടാ എന്റെ ടീലോ എടുത്ത് കുടിച്ച്. സത്യം പറഞ്ഞോ? ഞാനൊന്നും എടുത്തില്ല. എന്നെയാണ് എന്റെ ടീലോ എടുത്ത് കുടിച്ച്. വേറെ ആരും എന്റെ ടീലോ അവിടെ എടുക്കൂല. ഈ വേറെ ടീലോ വാങ്ങി തന്നോ? ഇല്ല, സത്യം ഞാൻ എടുത്തില്ല. ഞാൻ തൊട്ടിട്ട് പോലുമില്ല. അമ്പട എന്റെ ടീലോ എടുത്തും പോരാഞ്ഞിട്ട് അഭിനയിക്കാല്ലേ? അന്നെ ഞാൻ കാണിച്ചുതരാം. മറ്റുള്ള സഹോദരങ്ങൾ ലേസ് കഴിക്കുമ്പോൾ ഞാൻ ഒരു ലേസ് വാങ്ങിയല്ലേ, ഇതിന്റെ പകുതി അനിയനും കൊടുക്കാം. നേർ പകുതിയാണ്. അനിയന് പകുതി, എനിക്ക് പകുതി. ഇപ്പൊ കറക്റ്റ് ആയോ? ഇപ്പൊ കറക്റ്റ്. ഡാഡാ, വന്ന് കഴിച്ചോ. ഹായ് ലേസ്, താങ്ക് യു സോ മച്ച് മൈ ബ്രദർ. ഞാനും എന്റെ സഹോദരനും. ഇനി അനിയന് കൊടുക്കണോ? അച്ഛങ്ങായി വാങ്ങുമ്പോ എനിക്ക് ഒന്നും തരയില്ല. എന്നാലും ഒന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഉപ്പ കണ്ടാലേ ചീത്തയേക്കും. ഒന്നും തിന്നാനായില്ല, ഒരു കഷ്ണം കൊടുക്കാം.